ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇതുപോലുള്ളൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ പ്ലീറ്റൊക്കെ വെച്ചിട്ടുള്ളൊരു ടോപ്പാണ്. ഇതെങ്ങനെയാണ് നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പം അതിനായിട്ട് ഞാൻ ഇതോടെ ഒരു 3 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തുണിയുടെ ബാക്കിൽ പ്ലെയിനുമായിട്ടും വരുന്നുണ്ട്, ഫ്രണ്ട് പീസ് പ്രിൻ്റായിട്ടും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പീസിനെ 4ആയിട്ട് മടക്കിയിടാം. 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം എനിക്ക് താഴത്തെ സ്കേർട്ടിന് വരുന്നത് 36 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ 1 ഇഞ്ച് കൂട്ടി 37 ഇഞ്ച് എടുത്ത് കട്ട് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ ബോഡിയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇതുപോലെ വർക്കൊക്കെ വരുന്നൊരു പീസാണ്. ഇതാണ് ഫ്രണ്ട് നെക്ക് ഭാഗം വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെസ്റ്റ് എടുക്കുന്നത് 9 ഇഞ്ചാണ്. അതിന് ഞാൻ 1 ഇഞ്ച് കൂട്ടിയിട്ട് 10 ഇഞ്ച് എടുക്കുന്നുണ്ട്. പിന്നെ താഴെ ഭാഗം അതേപോലെ 9 ഇഞ്ച് എടുത്തിട്ട് 1 ഇഞ്ച് കൂട്ടിയിട്ട് 10 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ താഴെ നമ്മൾ വരയ്ക്കുമ്പോൾ കുറച്ച് ഇതുപോലെ ക്രോസ് ആയിട്ട് വേണം വരയ്ക്കണമെങ്കിൽ താഴെ ഒരു 9 ഇഞ്ചിൽ വരച്ചാലും മതി താഴേക്ക്. അതായത് ബോഡി ലെങ്ത്തിൻ്റെ താഴെ 9 ഇഞ്ചാണെങ്കിൽ ചെസ്റ്റിൽ നിന്നും വെച്ചിട്ട് താഴെ 1 ഇഞ്ച് കുറച്ചിട്ട് നമ്മൾക്ക് കട്ട് ചെയ്തെടുത്താലും മതി. പിന്നെ ആം ഹോൾ വരുന്നത് ഒരു 5.5 ഇഞ്ചാണ് എടുക്കുന്നത്. അതേപോലെ ആം ഹോൾ എടുത്ത് 5.5 ഇഞ്ച് എടുത്തിട്ട് ഇതുപോലെ വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നെക്ക് ഇതുപോലെ പ്രിൻ്റ് ഉണ്ട്. നെക്കിൽ ഈ ഷേപ്പൊന്നും വേണ്ട. അപ്പോൾ ഞാൻ കസ്റ്റമർ പറഞ്ഞത് സ്ക്വയർ മതി എന്നാണ്. അപ്പോൾ ഞാൻ നെക്ക് സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. നെക്ക് വൈഡ് വന്നിട്ട് ഒരു 2.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. താഴെ അതുപോലെ 2.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ബാക്ക് റൗണ്ടും ഫ്രണ്ട് സ്ക്വയറുമാണ്. നിങ്ങൾക്കൊക്കെ സ്കെയിൽ വെച്ചിട്ട് നീറ്റായിട്ട് വരച്ചെടുക്കണം കേട്ടോ. ഞാനിങ്ങനെ വരച്ചാൽ കൂടി എനിക്ക് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു നേക്കിൽ ഞാൻ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കും. ശേഷം നമ്മളിത് ഇങ്ങനെ ആം ഹോളൊക്കെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പീസ് ഇതേ മാറ്റിയെടുത്തു. ഫ്രണ്ട് പീസ് സ്ക്വയർ കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഫ്രണ്ടിലത്തെ ആം ഹോളിൻ്റെ ഭാഗം ഇവിടെ കൈക്കുഴിയാണ്. ഇത് കുഴിച്ച് വെട്ടിയെടുക്കുകയാണ്. കുഴിച്ച് കട്ട് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ നമ്മുടെ ഫ്രണ്ട് പീസ് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ബാക്ക് പീസാണ്. ഇനി നമുക്കിതിൽ ബാലൻസ് തുണി ഇത്രയാണ് കേട്ടോ ഉള്ളത്. ബാക്കി തുണി ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്നത്. സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ സ്ലീവിൽ ജോയിൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ സ്ലീവിൽ 4 പീസായിട്ടാണ് വരുന്നത്. അപ്പോൾ സ്ലീവ് ലെങ്ത്ത് എനിക്ക് 13 ഇഞ്ച് വേണം. അപ്പോൾ ഞാൻ 1 ഇഞ്ച് കൂട്ടി 14 ഇഞ്ച് എടുത്തിട്ടുണ്ട്. സൈഡ് ഒരു 11 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. നിങ്ങൾ സ്കെയിലൊക്കെ വെച്ച് വൃത്തിയായിട്ട് വരച്ചെടുക്കണം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ചെടുത്താലും എനിക്കത് കറക്റ്റായിട്ട് അത് കട്ട് ചെയ്തെടുക്കുമ്പോൾ എനിക്കത് കറക്റ്റായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കും. പിന്നെ ഇതുപോലെ 4 പീസായിട്ട് നമ്മുടെ സ്ലീവ് വന്നിട്ടുണ്ട്. ഈ സ്ലീവിൻ്റെ ഫ്രണ്ട് പീസാണ് ഇങ്ങനെ പ്രിൻ്റ് വരുന്നത്. അപ്പോൾ അത് നമുക്കിങ്ങനെ ഒന്ന് കുഴിച്ച് വെട്ടിയെടുത്തതിന് ശേഷം പിന്നെ അടുത്തത് നമ്മൾക്ക് വേണ്ടത് ക്രോസ് പീസാണ്. ആ ക്രോസ് പീസ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിത് ഫ്രണ്ടിൽ സിബ് വെച്ചിട്ടുള്ളൊരു ടോപ്പാണ് തയ്ക്കുന്നത്. അതായത് കസ്റ്റമർക്കൊരു കൊച്ചുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ സിബ് വെക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇതിങ്ങനെ ഫ്രണ്ട് പീസ് സെൻറ്റർ വെച്ചിട്ട് ഓപ്പൺ ചെയ്യണം. അതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നൈറ്റിയിൽ സിബ് വെക്കുന്നത് പോലെ തന്നെ കേട്ടോ വെക്കുന്നത്. ഇത് ഡെയിലി യൂസിനുള്ളതാണ്. അപ്പോൾ നൈറ്റിയിൽ നമ്മൾ എങ്ങനെയാണോ സിബ് വെക്കുന്നത് അതേപോലെയാണ് വെക്കുന്നത്. അപ്പോൾ മറുവശവും ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ മടക്കി വെച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മടക്കുന്ന പീസ് വലിക്കരുത്. നമ്മൾ ഇതുപോലെ ലൂസാക്കി ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്കിത് ഇതുപോലെ സിബൊക്കെ വെച്ച് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ബാക്ക് പീസിൽ ഞാൻ ക്രോസ് പീസാണ് വെക്കുന്നത്. അപ്പോൾ
ക്രോസ് പീസ് വെച്ചു ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ ഫ്രണ്ട് നെക്കിൽ ഇതുപോലെ ഞാനൊരു 1 ഇഞ്ച് വീതിക്കുള്ളൊരു പീസ് എടുത്തിട്ട് വൺ സൈഡ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അതായത് നല്ല വശത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക. സ്ക്വയറിൻ്റെ ഭാഗം എത്തുമ്പോൾ ഇതുപോലെ ഒരു പ്ലേറ്റ് ഇട്ടിട്ട് ഇതുപോലെ കൊടുക്കണം. പിന്നെ നമ്മൾ സിബിൻ്റെ അവിടെ വയ്ക്കുമ്പോൾ കുറച്ച് അകലം വെക്കണം. ഇതുപോലെ ഇതിലെങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ സ്ക്വയറിൻ്റെ മൂല വരുന്നവിടെ നമ്മൾ പ്ലേറ്റ് ഇട്ടിട്ട് തന്നെ കൊടുക്കണം. എങ്കിലേ നമ്മൾക്ക് ആ സ്ക്വയർ വൃത്തിയായിട്ട് വരുള്ളൂ. അപ്പോൾ ഞാനിത് ഇതുപോലെ പീസൊക്കെ വെച്ച് കഴിഞ്ഞു. ഈ സ്ക്വയറിൻ്റെ ഇതിവിടെ ഇങ്ങനെ സെൻറ്റർ കട്ട് ചെയ്യും. ഈ സ്ക്വയറിൻ്റെ 2 മുക്കും നമ്മൾ കട്ട് ചെയ്തു. ഇതെങ്ങനെ മടക്കി അടിക്കുകയാണ്. മേൽ സ്റ്റിച്ചാണ് ഇടുന്നത്. ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ ആ ഗ്യാപ്പ് വിട്ട പീസ് ഉള്ളിലോട്ട് കൊടുത്തിട്ട് ഇതുപോലെ മടക്കി വെക്കണം. ഫ്രണ്ട് സിബിൻ്റെ ഭാഗത്ത് മടക്കിയതിന് ശേഷം പിന്നെ ഇതുപോലെ ഇവിടെ തുമ്പ് ഉള്ളിലോട്ടാക്കി മടക്കിയിട്ട് ഇതുപോലെ ഞാനിപ്പോൾ ഇതൊരു 1/4 ഇഞ്ച് അകലത്തിലേ അടിക്കുന്നുള്ളൂ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ സിപ്പ് വെച്ച് കഴിഞ്ഞു. നമ്മൾ എന്ത് കട്ട് ചെയ്താലും നമ്മൾക്ക് നമ്മുടെ പീസിൽ ബാലൻസ് നൂല്, അതായത് എന്തായാലും നൂലുണ്ടാവും, അതൊക്കെ നമ്മൾ അപ്പം തന്നെ നൂല് കട്ട് ചെയ്ത് കളയണം. എങ്കിലേ നമ്മുടെ പീസൊക്കെ കാണാനൊരു വൃത്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ മറക്കരുത്. എപ്പം നമ്മുടെ ഓരോ പീസ് നമ്മൾ ഓരോ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോഴും നമ്മുടെ നൂലുണ്ടാവും, ആ നൂലൊക്കെ കൈയോടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിന്നെ ഷോൾഡർ കൂട്ടുന്നത് ഇതുപോലെയാണ്. അത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഷോൾഡർ ഇതുപോലെ കൂട്ടണം. ബാക്ക് പീസ് ഫ്രണ്ടിലോട്ട് തള്ളിയിട്ട് നമ്മൾ ഫ്രണ്ട് പീസ് ചേർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ സിബ് വെച്ചു, ഷോൾഡർ കൂട്ടി, ഇതെല്ലാം കഴിഞ്ഞു. ഇനി സൈഡാണ്. നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ നമ്മൾ ഇതുപോലെ അളവെടുക്കണം. നമുക്കിവിടെ 18 ഇഞ്ചാണ് ചെസ്റ്റ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ചെസ്റ്റ് 18 ഇഞ്ച് എടുത്തു. താഴെ അതുപോലെ 17 ഇഞ്ച് നമ്മൾക്ക് 18-ന്ന് 17ലേക്ക് ഒന്നിങ്ങനെ വരച്ച് കൊടുത്താൽ മതി. എന്നിട്ട് സൈഡൊക്കെ കൂട്ടുക. സൈഡ് കൂട്ടി ഞാനിത് ഇവിടെ റെഡിയാക്കിയിട്ട് ഇനി അടുത്ത് സ്ലീവ് വെക്കുകയാണ്. സ്ലീവ് അതുപോലെ 4 പീസ് ജോയിൻ്റ് ചെയ്തു. കുഴിച്ച് വെട്ടിയ ഭാഗം ഫ്രണ്ടിലോട്ട് വരുന്നത് പോലെ സൈഡൊക്കെ കഴിഞ്ഞു. നമ്മുടെ ഫ്രോക്ക് റെഡി. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.